9 or 10 hours for Ozzy's marriage. ഞാൻ ഓസിയും അങ്ങനെ പൊതുവേ വളരെ വിസിബിളായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് ഉള്ള സിസ്റ്റേഴ്സ് അല്ലെങ്കിലും കഴിഞ്ഞ കുറച്ച് നേരമായിട്ട് ഐ ഹവ് ജസ്റ്റ് ബിൻ ഫീലിംഗ് വെരി വിയർഡ്. ഐ ഡോണ്ട് നോ വൈ. ഓഫ് കോഴ്സ് കല്യാണം നടക്കുന്നത് അതൊക്കെ വളരെ സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. ഓഫ് യുവർ ഫാമിലി ഗെറ്റിംഗ് ബിഗർ, റീസൺസ് ടു സെലിബ്രേറ്റ്, റീസൺസ് ടു ഫീൽ ഹാപ്പി അബൌട്ട്. ബട്ട് ഐ തിങ്ക് ആസ് ഹ്യൂമൻ ബീങ്സ് നമ്മൾ വി ആർ മെയ്ഡ് ഇൻ എ വേ ദാറ്റ് നമ്മൾ മാറ്റങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിലും നമ്മുടെ ബോഡിയും മനസ്സും എവിടേക്കോ മാറ്റത്തിനോട് നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഇനിഷ്യലി വി ആർ എ ബിറ്റ് അവേഴ്സ് ടു എ ബിഗ് ചേഞ്ച്. ആൻഡ് ദിസ് ഈസ് ഓഫ് കോഴ്സ് എ ബിഗ് ചേഞ്ച്. അറ്റ്ലീസ്റ്റ് ഐ മീൻ ഇപ്പം നമ്മുടെ ഫാമിലിയിൽ ഇതുവരെ നമ്മളാരും ഇതൊരു ഫസ്റ്റ് മാരേജ് ഒക്കെ ആണല്ലോ. അപ്പം ഇറ്റ്സ് എ ന്യൂ ചേഞ്ച്. സോ മേ ബി പോകെ പോകെ ഇതെല്ലാം അങ്ങ് യൂസ്ഡ് ആവുമായിരിക്കും. പക്ഷെ അപ്പം എന്ന് പറയുമ്പോൾ ഇപ്പോഴും പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇറ്റ്സ് സ്റ്റിൽ നോട്ട് ലൈക്ക് there yet. പക്ഷെ ടു തിങ്ക് ദാറ്റ് ഇത്രയും നാൾ നാളിപ്പോൾ നമ്മളെന്ന് പറയുമ്പോൾ we are just a unit of 6, 6 പേര്. പക്ഷെ to slowly think that it's changing and all that, like ലൈഫ് ഇങ്ങനെ ഒരു ഫേസ് ആയിട്ട് മാറുന്നു എന്ന് പറയില്ല. ഇറ്റ്സ് നൈസ്. ഐ മീൻ ഇറ്റ് ഹാസ് ടു മൂവ് ഫോർവേഡ്. ബട്ട് മേ ബി വൺസ് ഇറ്റ് ഹാപ്പൻസ് ഇറ്റ് വിൽ ഫീൽ നോർമൽ. പക്ഷേ അത് സംഭവിക്കുന്നതിന് മുമ്പുണ്ടല്ലോ, അത് നമുക്കൊരു അയ്യോ അങ്ങനെ തോന്നും. സോ കാരണം ഇറ്റ്സ് ഓൾവേസ് ബിൻ ഇപ്പോൾ വീട്ടിൽ നമ്മൾ 4 പേര് പെട്ടെന്ന് ഇപ്പോൾ ഓസി അവിടെ ഉണ്ടാവില്ല എന്നല്ല, പക്ഷെ എന്നാലും എപ്പോഴും ഉള്ളതുപോലെ ഇല്ലല്ലോ. ഇപ്പോൾ പണ്ടിപ്പോൾ നമ്മൾ അടിയൊക്കെ ആയാൽ നമ്മൾ ഇറങ്ങിപ്പോകുന്നു എന്നൊക്കെ പറയും. പക്ഷേ നമുക്ക് ഇറങ്ങിപ്പോകാൻ വേറൊരു സ്ഥലം ഇല്ലല്ലോ, കാരണം ഇതാണല്ലോ നമ്മുടെ വീട്. ബട്ട് നൗ ഇറ്റ്സ് ഡിഫറെൻറ്റ്. സോ ലൈക്ക് ഷീ ഹാസ് ഹെർ ഓൺ ഹൗസ്. ആൻഡ് ഇനി ഇത്രയും വർഷം, അതായത് കഴിഞ്ഞ ഒരു ഐ എം 28, സോ സീസ് 26. 26 years എൻ്റെ ലൈഫ് എങ്ങനെയായിരുന്നോ അതിൽ നിന്നൊരു ചെറിയ വ്യത്യാസം ഉണ്ടാകും in a few hours. So yeah, that kind of feels weird. And I think this is important that I let it out, because I don't know, I've just been feeling very weird. Yeah. പയ്യെ ഇതൊക്കെ അങ്ങ് ശീലമായിരിക്കും വിത്ത് ലൈഫ് ചേഞ്ചിങ് ഫോർ ഗുഡ് റീസൺ. ഓക്കെ, ഡോണ്ട് ഗെറ്റ് മീ റോങ്. ബട്ട് നല്ലൊരു മാറ്റമാണെങ്കിലും ചിലപ്പോൾ നമ്മുടെ മൈൻഡ് ആൻഡ് ബോഡി ഈസ് സോ റെസിസ്റ്റൻറ്റ് ടു ഇറ്റ്, കാരണം നമ്മൾ ഭയങ്കര യൂസ്ഡ് അല്ലേ ഒരു രീതിയിൽ. അത് പെട്ടെന്ന് മാറുന്നു എന്ന് വിചാരിക്കുമ്പോൾ ഒരു എന്തോ പോലെ. എനിവേസ്, മറ്റേ ഡിസ്റ്റൻസ് മേക്സ് ദ ഹാർട്ട് ഗ്രോ ഫോണ്ടർ എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ വീട്ടിൽ നിന്നിരുന്ന സമയത്ത് മറ്റേ ഉറങ്ങാനും ഫുഡ് കഴിക്കാനും മാത്രം വീട്ടിൽ വന്നുകൊണ്ടിരുന്ന ഓസി ഇനി വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ നമ്മളെയൊക്കെ ഇച്ചിരി കൂടി മിസ് ചെയ്ത് കുറച്ചും കൂടി സമയം നമ്മുടെയൊക്കെ കൂടെ ചെലവഴിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഐ ഹോപ്പ് ഷീ മിസ്സസ് ഹിസ് മോർ, സോ ഷീ കംസ് ഹോം മോർ. ആൻഡ് ഇറ്റ്സ് ഇടയ്ക്കിടയ്ക്ക് ജസ്റ്റ് എ യൂണിറ്റ് ഓഫ് 6. ബട്ട് ഐ എം ഹാപ്പി, ഷീസ് ഹാപ്പി. ആൻഡ് ഇതിപ്പോൾ ഒരു സ്ട്രെസ് ടെൻഷനൊന്നും ഇല്ലാതെ എല്ലാം നല്ല ഹാപ്പി ആയിട്ട് ജോളി ആയിട്ട് നടക്കുന്നത് ഒരു വളരെ ഭാഗ്യമുള്ളൊരു കാര്യമാണ്. അപ്പം
I would like to wish Uzi and Ashwin all the very best. And Uzi മിക്കവാറും ഈ വീഡിയോയിൽ എൻ്റെ ഒരു പെർഫോമൻസ് കണ്ട് ഞെട്ടുമായിരിക്കും. അങ്ങനെ ഓസിയെ വഴക്ക് പറഞ്ഞൊക്കെയായിരുന്നു എണീപ്പിക്കുന്നതൊക്കെ. അപ്പോൾ ഇനി എനിക്കങ്ങനെ ഡെയിലി വഴക്ക് പറയാൻ ഒരാളില്ല. ബാക്കി ഹൻസുമൊക്കെ 1-2 പ്രാവശ്യം പറയുമ്പോൾ എണീറ്റൊക്കെ പോകും. യാ ഷുവർലി മിസ് ഹർ ബീങ് ദ. എനിക്ക് ആ ഒരു 1, 2, 3, 4 എപ്പോഴും നിയർ മീ, ദാറ്റ്സ് ഒരു വല്ലാത്തൊരു ഫീലിംഗ്. മൈ Ahadishika. I'm quite proud of her. So all the best, Josie. I love you so much. Ini there is about I think